അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മക്കയിൽ ഇന്ന് ദുൽഹിജ്ജ 9 ആണ്. ദുൽഹിജ്ജ 9ന്റെ പേര് യൗമു അറഫ എന്നാണ്. ഹജ്ജിന് വേണ്ടി പോയ ഹാജിമാർ അവർ അറഫയിലേക്ക് നീങ്ങുകയാണ്. മിനായിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ദുഹറിന്റെ മുമ്പായിട്ട് അവർ അറഫയിലെത്തും. അറഫയിൽ ഒരു നൃത്തമുണ്ട്, വഖൂഫ്. അവിടെ നിൽക്കുക, അവിടെ ഒന്ന് താമസിക്കുക, അടങ്ങുക എന്നുള്ളതാണ്. ഏത് സമയം വരെയാണ്? അവർ ദുഹറിന്റെ മുമ്പായി അറഫയിലെത്തി. അറഫയിൽ അവർ ളുഹറും അസറും ജമ്മും കസറുമായി നമസ്കരിക്കുകയാണ്. മിനായിൽ കസർ മാത്രമാണ് ഉണ്ടായിരുന്നത്, അവിടെ ജമ്മു ഉണ്ടായിരുന്നില്ല. ഓരോ വക്തുകളും അതതിന്റെ സമയത്താണ് നമസ്കരിച്ചിരുന്നത്. അറഫയിൽ ളുഹറും അസറും ജമ്മും കസറുമായി നമസ്കരിച്ച് അവർ മഗ്രിബിന്റെ സമയം വരെ പ്രാർത്ഥനയിലും ദിക്റുകളിലും ഖുർആൻ പാരായണങ്ങളിലും മറ്റുള്ള നന്മകളിലും അവർ ഏർപ്പെടുകയാണ്. ഖൈറു ദുആ ദുആ യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫയിലെ പ്രാർത്ഥനയാണ്, അറഫ ദിവസത്തിലെ പ്രാർത്ഥനയാണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൽ ഹജ്ജ് അറഫ, ഹജ്ജ് എന്നുള്ളത് അറഫയാണ്. അറഫയിലെ നൃത്തം അത് പ്രധാനപ്പെട്ട ഹജ്ജിലെ ഭാഗമാണ്, കർമ്മമാണ്. ആരോഗ്യം നഷ്ടപ്പെട്ടവരാണ് എങ്കിൽ പോലും ഹജ്ജ് ഉദ്ദേശിച്ചു പോയ ആളുകളെ ഇന്നത്തെ ദിവസം അറഫയിൽ കൊണ്ടുപോയി നിർത്തും. അത് പ്രധാനപ്പെട്ട ഭാഗമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെ അവർ പ്രാർത്ഥനകളിലും നന്മകളിലുമായി കഴിച്ചുകൂട്ടി മഗ്രിബിന്റെ സമയമായാൽ മഗ്രിബ് നമസ്കരിക്കാതെ അവർ മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം ശുദ്ധിയായി അവർ മഗ്രിബും ഇശാവും കൂടെ ജംഅ ചെയ്ത് നമസ്കരിക്കുകയാണ്. അവിടെയും പ്രാർത്ഥനകളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. വമൻ യുഅദ്ദിം ശഅഇറല്ലാഹ് മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹു ആദരിച്ചതിനെ മുഴുവൻ നമ്മൾ ആദരിക്കണം. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള തഖ്വയുടെ ഭാഗമാണ്. മിനയും അറഫയും മുസ്ദലിഫയും എല്ലാം പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്, പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അവർ മുസ്ദലിഫയിൽ രാത്രി അവർ രാപ്പാർക്കുകയാണ്, ആകാശം നോക്കി, മേൽക്കൂരയില്ലാതെ. ഇനി സൗദിയിലെ രാജാവ് പോലും, സൽമാൻ രാജാവ് പോലും ഹജ്ജ് ഉദ്ദേശിച്ചു പോയാൽ അവരും ആകാശം നോക്കി കിടന്നുറങ്ങുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം, ദുൽഹിജ്ജ 9 യൗമു അറഫ.